ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ ഷാരിയെ കാണിക്കുകയാണ്. ഷാരി അങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്. നഴ്സ് വന്നിട്ട് മരുന്നൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് ഷാരി നഴ്സിനോട് ചോദിക്കുന്നുണ്ട്, അല്ല നഴ്സ്, ഇനി എത്ര ദിവസം ഇവിടെ ഇങ്ങനെ കിടക്കേണ്ടി വരും എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് വീട്ടിലോട്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നഴ്സ് പറയുന്നുണ്ട്, അത് എനിക്ക് എങ്ങനെ അറിയാം, ഞാനല്ലല്ലോ അത് പറയേണ്ടത് എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴേക്കും അവിടേക്ക് സരയുവും അതുപോലെ മനോഹറും കടന്നു വരികയാണ്. മനോഹറിനെ കണ്ട് ഷാരിയുടെ മുഖം വീർത്തു പോവുകയാണ്. അങ്ങനെ നഴ്സ് അവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് മനോഹർ പറയുന്നുണ്ട്, എന്നോടുള്ള ദേഷ്യം അമ്മയ്ക്ക് തീർന്നിട്ടില്ലല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയം എനിക്കെന്തിനാ നിന്നോട് ദേഷ്യം, എൻ്റെ മകൾക്ക് നിന്നോട് ദേഷ്യമില്ല, പിന്നെ ഞാൻ എന്തിനാ നിന്നോട് ദേഷ്യം കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അമ്മയെ ഒന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇവിടെ കയറിയിട്ട് പോകാമെന്ന് സരയുനോട് ഞാൻ പറഞ്ഞത് എന്ന് മനോഹർ മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഷാരി മനസ്സിൽ കരുതിയാണ്, നീയെ എന്തോരം സ്നേഹിച്ചിട്ടും കാര്യമില്ലടാ, നിന്റെ മരണം എൻ്റെ മകളുടെ കൈകൊണ്ട് തന്നെ ആയിരിക്കോടാ എന്നിങ്ങനെ മനസ്സിൽ കരുതിയാണ്. അങ്ങനെ ആ സമയത്ത് ഞങ്ങളെന്നാ വീട്ടിലോട്ട് പോട്ടെ അമ്മ എന്ന് പറയുന്നുണ്ട്. ആ ശരി മോളെ എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷമാണെങ്കിൽ അവര് നേരെ സരയു പോകുന്നത് അവളുടെ വീട്ടിലോട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെ കയറി സിറ്റ് ഔട്ടിൽ നിന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ ഇതാണ് ഞങ്ങളുടെ ചെറിയൊരു വീട് എന്നിങ്ങനെ സരയു പറയുമ്പോ, നിനക്ക് അമ്മയ്ക്കും മകൾക്കും താമസിക്കാൻ ഇത് തന്നെ വലുതല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെ, അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇന്നിവിടെ താമസിക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മനോഹർ പറയുന്നുണ്ട്, എനിക്കിത് ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയം തന്നെ അവിടേക്ക് നമ്മുടെ കിരൺ വിളിക്കുകയാണ്. അപ്പോൾ കിരൺ വിളിക്കുമ്പോൾ, സരയു നീ എവിടെയാ, മനോഹർ നിന്റെ കൂടെയുണ്ടോ, വീട്ടിലോട്ട് നിങ്ങൾ എത്തിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് എത്തി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നിന്റെ അരികിലെ മനോഹർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഉണ്ട് എന്ന് പറയാണ്. എന്നാൽ നീ അവനൊന്ന് ഫോൺ കൊടുത്തേ എന്ന് പറയുന്നുണ്ട് കിരൺ. അങ്ങനെ അവന് ഫോൺ കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവനോട് പറയുന്നുണ്ട്, മനോഹരെ നീ എന്തായാലും ഇന്നത്തെ ദിവസം അവിടെ നിൽക്കണം, ഉച്ചയ്ക്ക് ശേഷം നീ എന്തായാലും എൻ്റെ തറവാട്ടിലോട്ട് വരണം, അവിടെ നിങ്ങൾക്കൊരു സദ്യ ഒരുക്കിയിട്ടുണ്ട്, നാളെ ഇങ്ങോട്ട് വാ ഞങ്ങളുടെ വീട്ടിലോട്ട്, ഇവിടെ നിങ്ങൾക്കൊരു സദ്യ ഞങ്ങൾ ഒരുക്കി വെക്കാമെന്ന് പറയുന്നുണ്ട്. സാറ് പറയുന്ന പോലെ ചെയ്യാമെന്ന് മനോഹർ മറുപടി പറയുകയാണ്. അത് പിന്നെ സരയു നിന്നോട് ഇത്തിരി അകൽച്ചൊക്കെ കാണിക്കും, അവൾക്ക് നിന്നോട് അങ്ങനെ കൂടുതൽ എടുക്കാനൊന്നും പറ്റത്തില്ല, എന്തായാലും നീ നല്ല രീതിയിൽ അവളെ സ്നേഹിക്കണം, അവളുടെ മനസ്സ് നീ അവളെ കീഴ്പ്പെടുത്തണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ശരി സാറ് എന്ന് പറയുകയാണ്. അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം സരയു വാ അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് അകത്തോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ സരയു മനസ്സിൽ കരുതുന്നുണ്ട്, ഇതാണടാ നിന്നെ കൊല്ലാൻ പോകുന്ന മരണവീട്, നിന്റെ മരണവീട് ഇതാണടാ എന്നിങ്ങനെ മനസ്സിൽ കരുതുകയും ചെയ്യുകയാണ്. അപ്പോൾ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കിരണിന്റെ അരികിലേക്ക് കല്യാണി വരുന്നുണ്ട്. അപ്പോൾ കല്യാണി ചോദിക്കണം, എന്താ എനിക്ക് ഫോൺ തരാഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കിന്ന് നല്ല തിരക്കുണ്ട്, നിനക്ക് മനോഹറിനെ കാണാമെന്നുണ്ടെങ്കിലേ നീ അങ്ങോട്ട് പോക്കോ, അല്ലെങ്കിൽ നമ്മുടെ അമ്മയുടെ അരികിലേക്ക് പോക്കോ, അവിടേക്ക് അവർ വരും എന്ന് പറയുകയാണ്. കിരണേട്ടൻ എവിടേക്കായി തിരക്ക് പിടിച്ച് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഇന്ന് ഞങ്ങൾക്ക് നല്ലൊരു ജോലിയുണ്ട്, ആ പയസിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്, അവനെ പിടികൂടണം, ഞാനും വേലുവും രതീഷും കൂടി അതിന് പോവുകയാണ് എന്ന് പറയുകയാണ്. അവനെ പിടികൂടിയതിന് ശേഷം അവനോട് ചോദിക്കണം, അവൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്ന് എന്ന് ചോദിക്കണം എന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, അതെന്ത് ചോദ്യമാണ് കിരണേട്ട, അവനെ ആർക്ക് വേണ്ടിയിട്ടായിരിക്കും ചെയ്ത, അവന്റെ കൂട്ടുകാരൻ വിക്രത്തിന് വേണ്ടിയിട്ട്, അതിന്റെ പിന്നിൽ ഇനി എന്താ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അല്ല, ഇതിന്റെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടെന്ന് അറിയണം എന്നിങ്ങനെ കിരൺ അവിടെ നിന്ന് പോവുകയും ചെയ്യുകയാണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ ഈ പറയുന്ന പയസിനെ ഓടിപ്പിച്ചിടുകയാണ് കിരണും രതീഷും വേലുവും കൂടിയിട്ട്. അങ്ങനെ അവർ ഓടിച്ച് ഒരുപാട് ദൂരം ഓടിച്ചിട്ട് അങ്ങനെ കിരൺ ചവിട്ടി വീഴ്ത്തുകയും, അപ്പൊ അവന്റെ കയ്യിൽ കത്തിയുണ്ട്, ആ കത്തി കിരൺ കാലുകൊണ്ട് തട്ടി തെറിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൻ അടിച്ച് തമ്പോറാക്കിയിടുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, സത്യം പറയടാ, നീ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. നീ മര്യാദക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ രതീഷ് പറയാണ്, ഇത്രയും നേരം കണ്ടതൊന്നും അല്ലടാ ഇനി കാണാൻ പോകുന്നത്, ഇനിയാടാ നീ ശരിക്കും അനുഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അവന് എടുക്കട്ടെ എന്നിങ്ങനെ നമ്മുടെ വേലു ചോദിക്കുന്നുണ്ട്. അപ്പൊ തൂക്കിക്കോ എന്ന് പറയാണ്. അങ്ങനെ അവനെ തൂക്കിയെടുത്ത് കാട്ടിനുള്ളിൽ കൊണ്ടുവന്നിടുകയാണ്. അപ്പോൾ അവനെ കെട്ടിയിട്ടിരിക്കുകയാണ്, കൈകളും കാലുകളും ഒക്കെ ഇങ്ങനെ കെട്ടി അവനിങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് കിരൺ പറയുന്നുണ്ട്, ഇപ്പൊ പകലാണ്, പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോൾ ഇവിടേക്ക് വന്യമൃഗങ്ങൾ വരും, നിന്നെ കടിച്ചു കീറും, നിന്നെ കൊല്ലും, അതിനു മുമ്പ് നീ സത്യം പറഞ്ഞോ, ഒരു പക്ഷെ നിന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്താം, നീ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന് സത്യം പറയുകയാണെങ്കിൽ നിന്നെ പോലീസിൽ ഏൽപ്പിച്ചു കൊടുക്കോളൂ, ഇവിടെ ഇട്ടിട്ട് പോകില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് പയസ്
നമ്മുടെ സരയുടെ പേര് പറയുന്നില്ല. അപ്പോഴും പറയുന്നത് ആർക്ക് വേണ്ടി, ഞാൻ എൻ്റെ കൂട്ടുകാരന് വേണ്ടി ചെയ്തതാണ്, എൻ്റെ കൂട്ടുകാരനെ കൊല്ലാൻ നോക്കി കൊന്നവളെ അവൾക്ക് വേണ്ടിയിട്ടല്ലേ കൊന്നത്, അതുകൊണ്ട് തന്നെ കൂട്ടുകാരന്റെ അച്ഛനാണ് കൊന്നതെങ്കിലും അവളെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വന്നത് എന്ന് പറയുന്നത്. എന്തിനാണ് പാവപ്പെട്ട എൻ്റെ പെണ്ണിനെ നീ കൊല്ലാൻ നോക്കിയെന്ന് ചോദിച്ച് വീണ്ടും ചതയ്ക്കുകയാണ്. എന്തായാലും നീ ഇവിടെ കിടക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേലു പറയുകയാണ്, നീ രക്ഷപ്പെടാന്നൊന്നും വിചാരിക്കണ്ട, കാരണം നീ ഇവിടെ നിന്ന് ഒരിക്കലും രക്ഷപ്പെടില്ല, എൻ്റെ ആൾക്കാർ ഇവിടെയുണ്ട്, നിന്നെ ആരെങ്കിലും രക്ഷപ്പെടുത്തി കൊണ്ടുപോയാലും അവിടെ തന്നെ കൊണ്ടുവന്നിടും എന്ന് പറയാണ്. വന്യമൃഗങ്ങൾ നിന്നെ കടിച്ചു കീറോടാ, ഞങ്ങളെന്നാ പോയിട്ട് വരാമെന്നും പറഞ്ഞു അവൻ അവിടെ നിന്ന്. അപ്പൊ നോക്കുമ്പോഴാണ് പോവാൻ നിൽക്കുന്ന സമയത്താണ് അവന്റെ ഫോൺ റിങ് ചെയ്യുന്നത്. അപ്പൊ ഇവന്റെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടില്ല സാറേ എന്ന് രതീഷ് പറഞ്ഞിട്ട് രതീഷ് ആ ഫോൺ എടുക്കുകയാണ്. അപ്പോൾ അത് കട്ടായി. എന്തായാലും നമ്മുടെ കയ്യിലിരിക്കട്ടെ, ഇവനെ ആരൊക്കെ വിളിക്കുന്നതെന്ന് നമുക്കറിയാമെന്നും പറഞ്ഞ് ആ ഫോൺ എടുത്തിട്ട് അവർ പോവുകയാണ്. പയസാണെങ്കിൽ അവിടെ കിടന്ന് ഒച്ചയിടുന്നുണ്ട്, അലമുറയിട്ട് അങ്ങനെ ഒച്ചയിടുകയാണ്. അങ്ങനെ അതിനുശേഷം അവരങ്ങനെ പോകുന്നുണ്ട്, കാറിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പയസിന്റെ ഫോണിലോട്ട് ഒരു കോള് വരുന്നത്. അപ്പൊ രതീഷിന്റെ കയ്യിലാണ് ഫോണ്. അപ്പൊ രതീഷ് പറയുന്നുണ്ട്, നല്ല പരിചയമുള്ള നമ്പറാണല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കിരൺ ഒരു ഭാഗത്ത് വണ്ടി നിർത്തി ഫോൺ നോക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഇത് സരയുടെ നമ്പറാണല്ലോ എന്നിങ്ങനെ കിരൺ പറയുകയാണ്. സരയോ എന്തിനാ ഇവരെ വിളിക്കുന്നത്? ഞാൻ അപ്പോഴേ പറഞ്ഞില്ല സാറേ, സരേനെ വിശ്വസിക്കരുതെന്ന്. സരയും അവൾ എന്തൊക്കെയോ മനസ്സിൽ കൊണ്ട് നടന്നിട്ടാണ് അവളിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, നീ ഇന്നലെ വരെ ഇങ്ങനെ അവളെ പറ്റി സംശയം പറഞ്ഞപ്പോൾ എനിക്ക് ഒന്നും തോന്നിയില്ല, പക്ഷെ എനിക്കിപ്പോൾ എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്, അവൾ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ വേലു പറയുകയാണ്, അവൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സാറേ അവളെ വെറുതെ വിടരുത് സാറേ എന്ന് പറയുന്നുണ്ട്. എന്തായാലും നോക്കാം എന്നും പറഞ്ഞ് അവരങ്ങനെ പോവുകയാണ്. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ സരയു ആണെങ്കിൽ കയ്യിലൊരു വിഷക്കുപ്പി എടുത്തിട്ട് ഇന്നെന്തായാലും അവനെ കൊല്ലണം, അവന്റെ അവസാനമാണ് ഇന്നത്തെ ദിവസം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അല്പസമയത്തിനുള്ളിൽ വീണ്ടും കിരണൊക്കെ ഇങ്ങനെ പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ കല്യാണി കിരണിനെ ഫോൺ ചെയ്യുകയാണ്. കല്യാണി എന്താ കല്യാണി എന്ന് ചോദിക്കുന്നുണ്ട്. കിരണേട്ടൻ എവിടെയാ, ഞാൻ വന്നിട്ട് പറയാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെ, ഒരു കാര്യമുണ്ട്, സായാഹ്നത്തിൽ താരയാൻറ്റി ഉണ്ട് എന്ന് പറയാണ്. സായാഹ്നത്തിലോ? എന്തിനാ, അമ്മൂമ്മയെ കാണാൻ പോയതാണോ എന്ന് കിരൺ ചോദിക്കുന്നുണ്ട്. അല്ല, അവിടെ താമസിക്കാൻ പോയതാണ്, അവിടെ നിൽക്കുന്നുണ്ട്, എന്നെ അമ്മൂമ്മ വിളിച്ചപ്പോൾ പറഞ്ഞതാണ് എന്ന് പറയുന്നുണ്ട്. അതെന്ത് പറ്റി? ഒന്നും അറിയില്ല കിരണേട്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നീ ഫോൺ വെച്ചോ, ഞാൻ ഞങ്ങളെന്തായാലും സായാഹ്നത്തിൽ കയറിയിട്ട് താരയാൻറ്റിയെ കണ്ടിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ശരി എന്ന് പറയുകയാണ്. അങ്ങനെ ഈ കാര്യം രതീഷിനോടും വേലുവിനോടും നമ്മുടെ കിരൺ പറയുന്നുണ്ട്. അപ്പോൾ രതീഷ് അടുത്തേക്ക് പറയുന്നുണ്ട്, മകളുടെ ഭീഷണി അല്ലെങ്കിൽ മകളുടെ പ്രവൃത്തി സഹിക്കാൻ പറ്റാതെ മനം നൊന്നിട്ട് ഇറങ്ങിപ്പോയതാണെങ്കിലോ വീട്ടിൽ നിന്ന്. ഈ മനോഹർ അവളുടെ കൂടെ ഉള്ളത് ഡേഞ്ചറാണ്. അവൾ ഒരു പക്ഷെ അവനെ സ്നേഹിക്കാനായിരിക്കില്ല, അവനെ അപകടപ്പെടുത്താനായിരിക്കും കൂടെ കൊണ്ട് പോയിട്ടുള്ളത് എന്ന് അവരിങ്ങനെ സംശയം പ്രകടിപ്പിക്കുകയാണ്. അപ്പൊ കിരൺ പറയുന്നുണ്ട്, എന്തായാലും നോക്കാം, എന്തായാലും നമുക്ക് ആദ്യം സായാഹ്നത്തിൽ പോയി താരയാൻറ്റിയുടെ മനസ്സിലുള്ളതൊക്കെ തുറന്ന് ചോദിക്കണം, അതിനുശേഷം സരയുടെ അരികിലേക്ക് പോകാം, മനോഹറിന് എന്തെങ്കിലും അപകടമുണ്ടോ എന്ന് നമുക്ക് അറിയണം എന്ന് പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെ സര ചെയ്തിട്ടുണ്ടെങ്കിൽ സരയിനും നമ്മൾ വിധിച്ച വിധി തന്നെ, എല്ലാവർക്കും കൊടുത്ത വിധി അവൾക്കും കൊടുക്കണം എന്നിങ്ങനെ പറഞ്ഞങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗത്തോടു കൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.